രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്. അവൾ നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പിറക്കട്ടെ എന്ന് ചോദിച്ചു. പോയിക്കൊള്ളുക മകളെ എന്ന് അവൾ പറഞ്ഞു. ഇവിടെ മോവാബ്യ സ്ത്രീയോട് ഇസ്രായേൽ ജനം ഒരിക്കലും ദയ കാണിക്കാറില്ല. കാരണം ഇവർ ലോത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണെങ്കിലും യഹോവയുടെ സഭയിൽ അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും പ്രവേശിക്കരുത് എന്ന് ഇസ്രായേലിൽ പ്രമാണമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ അപ്പവും വെള്ളവും കൊണ്ട് എതിരേൽക്കുന്നതിന് പകരമായി ബിലയാമിനോട് പറഞ്ഞ് ഇവരെ ശപിക്കാനാണ് മോവാബ്യർ നോക്കിയത്. എന്നാൽ ശാപം അനുഗ്രഹമാക്കി മാറ്റിയ ജനത്തെ അവരുടെ വിശുദ്ധിയിൽ നിന്ന് കളയുവാൻ ഇസ്രായേൽ ശീത്തീമിൽ പാളയം ഇറങ്ങിയപ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി വിശുദ്ധിയിൽ നിന്ന് അവരെ വീഴ്ത്തിക്കളഞ്ഞു. ഇങ്ങനെ ജനത്തെ മോഹിപ്പിച്ച് വീഴ്ത്തുന്നവരാണ് മോവാബ്യ സ്ത്രീകൾ. ഈ കാരണങ്ങളാൽ മോവാബ്യ സ്ത്രീകളോട് ഇസ്രായേലിന് കരുണ തോന്നുക എന്നത് സംശയമാണ്. ഇവിടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും രൂത്ത് തൻ്റെ കുടുംബത്തോട് കരുണ കാണിച്ചതിനാൽ രൂത്തിനോട് കരുണ കാണിക്കുവാൻ ദൈവം മറന്നില്ല. ആർക്കും നമ്മളോട് കരുണ കാണിക്കുവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഇടത്തു നിന്നും നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. വചനം പറയുന്നു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും.